ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നിർവ്വയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ദൈവവചനവുമായി നിൽക്കുവാൻ കർത്താവ് തന്ന നല്ല സമയത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെയും 7-ഉം 8-ഉം വാക്യങ്ങൾ വായിക്കുന്നു. റോമാലേഖനം 14-ാം അധ്യായം 7-ഉം 8-ഉം. നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നു എങ്കിലും മരിക്കുന്നു എങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. ഇവിടെ ആർക്കു വേണ്ടി ജീവിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നു. നമ്മൾ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നുമില്ല. അപ്പോൾ നാം ആർക്കു വേണ്ടി ജീവിക്കുന്നു? സാധാരണ നമ്മൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പലരും പറയാറുണ്ടല്ലോ. കുഞ്ഞുങ്ങളില്ലെങ്കിൽ ഇല്ലായിരുന്നു ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിച്ച് കളഞ്ഞേനെ എന്ന് പറയുന്ന പലരുണ്ട്. ആരോട് ചോദിച്ചാലും നിങ്ങൾ ആർക്കു വേണ്ടി ജീവിക്കുന്നു, എന്തിനു വേണ്ടി ജീവിക്കുന്നു? മനുഷ്യർക്ക് പല പല കാരണങ്ങൾ പറയാൻ കാണും. അത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ ഭർത്താവിന് വേണ്ടി. ഇങ്ങനെ നമുക്ക് പലവിധ ഉത്തരങ്ങളുണ്ട്. ചിലരോട് ചോദിച്ചു നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ചിലരുടെ ജീവിതം കണ്ടാൽ അവർ വാരി കൂട്ടാൻ വേണ്ടിയാണ് ജീവിക്കുന്നത് തോന്നും. ദൈവീയ സമ്പാദനം മാത്രം ജീവിത ലക്ഷ്യമാക്കിയ ചിലർ, മറ്റു ചിലരുണ്ട് അവരുടെ ദൈവം വയറെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ വയറിന് വേണ്ടി ജീവിക്കുന്നവർ. ഇങ്ങനെ വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കും. നമുക്ക് എല്ലാവർക്കും ഒരായുസേ ഉള്ളൂ. എത്ര നാളുണ്ടെന്ന് ഒരുത്തർക്കും അറിയില്ല. ഈ ഒരായുസ് നാം ആർക്കു വേണ്ടി ജീവിക്കുന്നു, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ജീവിക്കുന്നു? ചില ആളുകൾ, ഒരു മനുഷ്യൻ ആ 70 വർഷം ജീവിച്ചാൽ അതിന് ഇത്ര പകല് കാണും, ഇത്ര രാത്രി കാണും. അതിന് ചുരുക്കി പറഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടിക്കഴിച്ച് വരുമ്പോൾ ഒരു 5-10 വർഷമേ അവന് യഥാർത്ഥമായി കിട്ടുന്നുള്ളൂ. ബാക്കിയെല്ലാം ഉറക്കമായിട്ട് പോകും, വിനോദത്തിൽ പോകും എന്നൊക്കെ കണക്ക് കൂട്ടാറുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ വളരെ അമൂല്യമായ മനുഷ്യജീവിതം, വളരെ ശ്രേഷ്ഠമായ മനുഷ്യജീവിതം എങ്ങനെ ജീവിക്കുന്നു, എന്തിനായി ജീവിക്കുന്നു, ആർക്ക് വേണ്ടി ജീവിക്കുന്നു? എനിക്ക് ആരുമില്ല, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നവരുമുണ്ട്. ചില ജീവിതം അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ പല തരത്തിലുള്ള മനുഷ്യരെ നമുക്ക് കാണാം. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഒരു സത്യം പറയുന്നു. നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, തനിക്കായി തന്നെ മരിക്കുന്നുമില്ല. അടുത്ത വാക്യം 8-ാം വാക്യം, ജീവിക്കുന്നു എങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കും. ജീവിക്കുന്നു എങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. പറഞ്ഞല്ലോ, നാം ആർക്ക് വേണ്ടി ജീവിക്കുന്നുവെന്ന് നമ്മോട് തന്നെ ചോദിച്ച് ഉത്തരം കണ്ടെത്തുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. പലരും തങ്ങളുടെ ജീവിതം വ്യക്തമാക്കി കളയുന്നു, ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുന്നില്ല. എന്നാൽ വേദപുസ്തകം പറഞ്ഞു ആർക്ക് വേണ്ടി ജീവിക്കുന്നു? പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന വിശ്വാസികൾ, ദൈവജനമെന്ന് അവകാശപ്പെടുന്നവർ ആർക്ക് വേണ്ടി ജീവിക്കുന്നു, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ജീവിക്കുന്നു? കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരാണോ, അതോ കർത്താവിനെ ഉപയോഗിച്ച് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണോ, നമ്മുടെ സങ്കല്പങ്ങൾക്ക് വേണ്ടി? യേശുക്രിസ്തു എല്ലാ കാര്യങ്ങളിലും നമുക്ക് മാതൃകാപുരുഷൻ കർത്താവായ യേശുവാണല്ലോ. അപ്പോൾ യേശുക്രിസ്തു ആർക്ക് വേണ്ടി ജീവിച്ചു, ആർക്ക് വേണ്ടി ജനിച്ചു, ആർക്ക് വേണ്ടി മരിച്ചു, ആർക്ക് വേണ്ടി അടക്കപ്പെട്ടു, ആർക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, ആർക്ക് വേണ്ടി ജീവിക്കുന്നു? യേശുവിൻ്റെ ജീവിതം മുഴുവൻ ഇഹലോകവാസകാലം 33.5 വർഷം ജീവിച്ചു എന്ന വേദപുസ്തകത്തിൽ നിന്ന് കൃത്യമായിട്ട് പുസ്തകത്തിൽ പറയുന്നില്ല എങ്കിലും പല സംഭവങ്ങളുടെ വെളിച്ചത്തിൽ നാം എല്ലാവരും ഏതാണ്ട് ഏകണ്ഠമായ
ഒരു അഭിപ്രായ ഐക്യത്തിലെത്തുന്ന കാര്യമാണ് 33. താൻ ആർക്ക് വേണ്ടിയാണ് ജീവിച്ചത്? താൻ സഞ്ചരിച്ചത്, ഉപദേശിച്ചത്, പഠിപ്പിച്ചത് ആർക്ക് വേണ്ടി? യേശുവിൻ്റെ ജീവിതം മുഴുവൻ നമുക്ക് വേണ്ടിയായിരുന്നു. നമുക്ക് വേണ്ടി അവൻ തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതല്ലേ? എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ ഒരു നല്ല വാക്യമുണ്ടല്ലോ. 5-ാം അധ്യായത്തിൻ്റെ 5-ാം അധ്യായം 2-ാം വാക്യം, എഫേസ്യർ 5:2. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച്, നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചു. അവൻ നമുക്ക് വേണ്ടി മാത്രമല്ല, ആ 5-ാം അധ്യായത്തിൻ്റെ 26-ഉം 27-ഉം വാക്യങ്ങളിൽ അവൻ അവളെ വനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തുന്നതിനും തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. സഭയ്ക്ക് വേണ്ടി, തൻ്റെ സഭയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ യേശു ക്രിസ്തു ജീവിച്ചത്, പഠിപ്പിച്ചത്, ഇന്നും ജീവിക്കുന്നത്, അവൻ മരണത്തെ ജയിച്ചത് തനിക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ദൈവത്തിന് സൗരഭ്യാസനായ വഴിപാടും യാഗവുമായി അവൻ അർപ്പിച്ചത് നമുക്ക് വേണ്ടിയാണ്. നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തമാണ്. അവനെപ്പോൾ നമ്മെ മാറ്റാൻ, നമ്മെ ഓർത്താൻ, നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി. അവസ്ഥയ്ക്ക് മാറ്റം വരാൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആളുകൾ പ്രസംഗിക്കുന്ന പോലെ നമുക്ക് കുറേ പണമൊക്കെ തന്ന ലോകത്തിൽ നമ്മളെ എന്തൊക്കെ ആക്കാനല്ല. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച് നിരാശരായി പ്രത്യാശയില്ലാതെ, എഫേസ്യ ലേഖനത്തിൽ പറയുന്ന പോലെ പ്രത്യാശയില്ലാതെ, ദൈവമില്ലാതെ, വാഗ്ദത്തങ്ങൾക്ക് അന്യരായി കിടന്ന സ്ഥാനത്ത് നിന്ന് കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം കർത്താവായ യേശുവിൽ കൂടെ നമ്മെ രക്ഷിച്ചു, നമ്മെ ജീവിപ്പിച്ചു. യേശുക്രിസ്തുവിനെ ആര് അംഗീകരിക്കുന്നോ, ആര് ഹൃദയത്തിൽ സ്വീകരിക്കുന്നോ, ആര് കർത്താവായ യേശുവിനെ താൻ സമർപ്പിക്കുന്നോ, താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നോ, അവരുടെ സകല പാപവും ക്ഷമിച്ച് അവരെ വിശുദ്ധീകരിച്ച് തന്നോടുകൂടെ തൻ്റെ ഇരുത്തുവാൻ, താൻ ഇരിക്കുന്നിടത്ത് തന്നോടുകൂടെ ഇരുത്തുവാൻ, എന്നേക്കും അവനോടുകൂടെ, എന്നേക്കും ക്രിസ്തുവിനോടുകൂടെ ഇരുത്തുവാൻ അവൻ കഷ്ടം സഹിച്ചു. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം, ലോകത്തിൽ നാം എന്തിനു വേണ്ടി ജീവിക്കുന്നു? ഒരു ദിവസം നിന്നാലും, 10 ദിവസം നിന്നാലും, 10 മാസം നിന്നാലും, 10 വർഷം നിന്നാലും, അല്ലെങ്കിൽ ഒരു 100 വർഷം ദൈവം നമുക്ക് തന്നാലും നാം ആർക്ക് വേണ്ടി ജീവിക്കുന്നു? നമുക്ക് വേണ്ടി അവൻ ജീവിച്ചെങ്കിൽ, തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തുവെങ്കിൽ, അത് സത്യമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അവന് വേണ്ടി ജീവിക്കാൻ, യേശുവിന് വേണ്ടി. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ സമാനമായൊരു വാക്യം നമുക്ക് കാണാം. 14-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗവും 15-ാം വാക്യവും. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണം, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ഉറപ്പായിരിക്കുന്നു. എന്താ? എല്ലാവർക്കും വേണ്ടി അവൻ മരിച്ചിരിക്കെ ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല,
പിന്നെയോ തങ്ങൾക്ക് വേണ്ടി എനിക്കായി മരിച്ച് എനിക്കായി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതിന് വേണ്ടി ജീവിക്കണം. അപ്പോൾ ക്രിസ്ത്യാനി അവകാശപ്പെടുന്ന അല്ലെങ്കിൽ കുറെ കൂടെ കടന്ന് വിശ്വാസി എന്ന് അവകാശപ്പെടുന്ന വ്യക്തിയോട് ഈ വചനം പറയും, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? നിനക്ക് വേണ്ടി മരിച്ച് നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് നിനക്ക് വേണ്ടി ജീവിക്കുന്നതിന് വേണ്ടി നീ ജീവിക്കുന്നുവോ? നമ്മുടെ മുമ്പുള്ള ചോദ്യം ഇതാണ്. നമുക്ക് ഉത്തരം കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നാം ആർക്ക് വേണ്ടി ജീവിക്കുന്നു? നാം എന്തിനു വേണ്ടി ജീവിക്കുന്നു? നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ത്? ഇന്ന് പലർക്കും അതൊന്നും ലക്ഷ്യം. ഇന്നത്തെ പ്രസംഗങ്ങളെല്ലാം അതാണല്ലോ. ഇന്നത്തെ സ്റ്റേജുകളെല്ലാം മുഴങ്ങി കേൾക്കുന്നത് അതാണല്ലോ. താൽക്കാലിക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിലേക്ക് നമ്മെ വൈകാരികമായി അടുപ്പിച്ച് നമ്മെ ഇളക്കി ഒരു താൽക്കാലിക സംതൃപ്തി നമുക്ക് തന്ന് അതിൽ തളച്ചിടാനാണല്ലോ വ്യാജാത്മാവിൻ്റെ ശക്തിയാൽ സാത്താൻ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അവന് വഴങ്ങുന്ന ഉപദേശകന്മാരെ അവൻ ഉപയോഗിക്കുന്നു. പലപ്പോഴും ദൈവജനമെന്ന് പറയുന്നവർ അത് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നു. അവനായി എനിക്കായി മരിച്ചവന് വേണ്ടി, എനിക്ക് വേണ്ടി, എൻ്റെ പാപങ്ങളിൽ നിമിത്തം, എൻ്റെ സമാധാനത്തിന് വേണ്ടി, എൻ്റെ ദുരിതങ്ങൾക്ക് അറുതി വരാൻ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തവന് വേണ്ടി ജീവിക്കുകയാണ് എൻ്റെ കടമ, എൻ്റെ ഉത്തരവാദിത്വം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാകും? നമ്മൾ എഫെസ്യത്തിൽ വായിച്ച പോലെ ക്രിസ്തു സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചു. അതുപോലെ സ്നേഹത്തിൽ നടപ്പി. അപ്പോ കർത്താവിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും, ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി. നമ്മുടെ ഇംഗിതത്തിന് യേശുവിനെ ഉപയോഗിക്കാനല്ല, പിന്നെയോ അവൻ്റെ ഇഷ്ടത്തിന് നമ്മെ ഉപയോഗിക്കാൻ. അങ്ങനെ വരുമ്പോൾ അവൻ്റെ ഇഷ്ടത്തിനാണ് മുൻഗണന, പ്രാധാന്യം, പ്രാമുഖ്യം. അത് നാം ചിന്തിക്കുന്നുണ്ടോ? അത് എപ്പോഴെങ്കിലും നമ്മുടെ ചിന്താമണ്ഡലത്തിൽ വരുന്നുണ്ടോ? ഞായറാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ദൈവദിനം ഒന്നിച്ചു കൂടുന്നിടത്തോ ഈ ചിന്ത നമ്മെ ഭരിക്കുന്നുണ്ടോ? ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കുന്നു? ഈ നശിച്ചു പോകുന്ന മനുഷ്യർക്ക് വേണ്ടി നാം ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടിയോ ഭാര്യയ്ക്ക് വേണ്ടി വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷേ അതിലെല്ലാം പ്രാമുഖ്യം എൻ്റെ കർത്താവിന് വേണ്ടി. ഏതുപോലെ അവൻ യാഗമായി തന്ന പോലെ, അങ്ങനെ വരുമ്പോൾ അവൻ യാഗമായി എനിക്ക് വേണ്ടി മനസ്സോടെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുപ്പീൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. റോമാലേഖനം 12:1 ഇങ്ങനെ നാം ചിന്തിച്ചിട്ടുള്ളതാണ്. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി അർപ്പിപ്പീൻ. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദം. നമ്മുടെ ശരീരം നമ്മുടേതല്ല, ജീവൻ നമ്മുടേതല്ല. ഞാൻ കൂടുതൽ പരീക്ഷിക്കപ്പെട്ട വിശ്വാസിയെ ഉദ്ദേശിച്ചാണ്. ദൈവമെന്ന് അവകാശപ്പെടുന്ന വ്യക്തിയോട് എനിക്ക് പറയാനുള്ളതാണ്, നമ്മുടെ ജീവൻ നമ്മുടേതല്ല, ഈ ശരീരം നമ്മുടേതല്ല. കാരണം നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നുവല്ലോ, നിങ്ങൾ താന്തങ്ങൾക്കുള്ളവരല്ല. എൻ്റെ ഇഷ്ടമാണ് എന്നെ വിലയ്ക്ക് വാങ്ങിയവരിൽ കൂടെ നടക്കേണ്ടതെന്ന് പറയാൻ സാധ്യമല്ല. ഞാനൊരു വസ്തു വിലയ്ക്ക് വാങ്ങിയാൽ, ഞാൻ കാശ് കൊടുത്ത് തന്നെ വാങ്ങിയെങ്കിൽ എൻ്റെ ആവശ്യത്തിനും എൻ്റെ ഉപയോഗത്തിനുമാണ്, അതിൻ്റെ ഉപയോഗത്തിനല്ല. അതേപോലെ തന്നെ പൊന്ന് വെള്ളി എന്ന് പോയ അന്ന് അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊടുത്ത് അവൻ വാങ്ങിയിരിക്കെ അവൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറണം. ഒരിക്കലും നമ്മൾ പാടും, പ്രാർത്ഥിക്കും, ആ യോഗങ്ങൾക്ക് വന്ന് തുള്ളിച്ചാടും, വലിയ കോലാഹലം ഉണ്ടാക്കും, അതെന്തോ സംതൃപ്തിയെ നിർവൃതി അടഞ്ഞ പോലെ മടങ്ങിപ്പോകും. പക്ഷേ അവന് വേണ്ടി ഞാൻ ജീവിക്കുന്നതെന്ന് ബോധം നമുക്കുണ്ടാവും. അവൻ്റെ ഇഷ്ടം
എന്നിൽ നിറവേറണം എന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടോ? അത് നാം വാഞ്ചിക്കാറുണ്ടോ? പണ്ട് പാടുവാരും നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമേ. ഇപ്പം അതിന് സ്ഥാനമില്ല. അന്നുള്ള ഭക്തന്മാരങ്ങനെ ആയിരുന്നു. ഇന്ന് തിരുഹിതത്തിനൊരു സ്ഥാനവുമില്ല. തന്നിഷ്ടം പൊന്നിഷ്ടം ആരാനിഷ്ടം വിമ്മിഷ്ടം എന്ന് ഒരു പഴഞ്ചൊല്ല് പറയുന്ന പോലെയാണ് ഇന്ന്. ഞാൻ എൻ്റെ വഴി, എൻ്റെ ഇഷ്ടം, എൻ്റെ ആലോചന, എൻ്റെ ഹിതം, അതിനനുസരിച്ച് ദൈവം പ്രവർത്തിക്കണം. ഞാൻ പറയുന്നത് ചെയ്യണം, ഞാൻ ആവശ്യപ്പെടുന്നത് തരണം, ഞാൻ ഉദ്ദേശിക്കുന്ന വഴിയിൽ നടത്തണം. ദൈവത്തിന് വിയോജിപ്പുണ്ടെങ്കിലും ഇടപെടാൻ പറ്റില്ല. ഇതെല്ലാം തരണം എങ്കിൽ എൻ്റെ ദൈവം നല്ലവൻ. ഇല്ലെങ്കിലോ തന്നെത്താൻ സൗരഭ്യാസനയായി ദൈവത്തിന് സമർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. അവൻ യോഹന്നാൻ 15 കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് കർത്താവിനെ. അതുകൊണ്ടാണ് 2 Corinthians 5:9 പൗലോസ് പറഞ്ഞത്, ശരീരത്തിൽ ഇരുന്നാലും ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ മലയാളത്തിൽ അഭിമാനിക്കുന്ന എന്നാൽ KJVയിൽ കാണുന്നത് വിലേബർന്ന, ഞങ്ങൾ അത്യധ്വാനം ചെയ്യുന്നു. 2 Corinthians 5:9. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനെ പ്രസാദിപ്പിക്കാൻ, സ്വർഗത്തിൽ ചെന്നിട്ടല്ല, ഭൂമിയിലെ ജീവിതത്തിൽ അവൻ്റെ പ്രസാദമായി ജീവിക്കാൻ ഞങ്ങൾ ലേബർ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ലേബർ, ഞങ്ങൾ അധ്വാനിക്കുന്നു. ഈ ലേബർ എന്ന വാക്ക് പ്രസവവേദനയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. പിന്നെ കായികാധ്വാനം ചെയ്യുന്നവർക്കും ഉപയോഗിക്കാറുണ്ട്, കഠിനമായി അധ്വാനിക്കുന്നവർക്ക്. ഞങ്ങൾ അതുപോലെ അത്യധ്വാനം ചെയ്യുന്നു അവനെ പ്രസാദിപ്പിക്കാൻ. നമ്മൾ ചെയ്യാറുണ്ടോ? അതിനെക്കുറിച്ച് ചിന്ത നമുക്കുണ്ടോ? നമ്മുടെ വാക്കിലോ നടപ്പിലോ പ്രവൃത്തിയിലോ ഏതിലെങ്കിലും നമുക്ക് ചിന്തയുണ്ടോ? അതവൻ Ephesians 5:2 പറഞ്ഞ പോലെ നമ്മെ സ്നേഹിച്ച് തന്നെത്താൻ നമുക്ക് വേണ്ടി യാഗമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. അവനെ സ്നേഹിച്ച് അവൻ്റെ സ്നേഹത്തിന് കീഴ്പ്പെട്ട് സ്നേഹത്തിൻ്റെ പാത്രമായി ആ സ്നേഹപ്രവാഹം നമ്മളിൽ കൂടെ മറ്റുള്ളവരേക്ക് ഒഴുകി മറ്റുള്ളവരെയും രൂപാന്തരപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ ജീവിതം മാറണമെന്നല്ലേ കർത്താവ് ആഗ്രഹിക്കുന്നത്? എൻ്റെ താല്പര്യമോ എൻ്റെ ഇഷ്ടത്തിനോട് സ്ഥാനമില്ല. യശമനാത്തോട്ടത്തിൽ വെച്ച് കർത്താവായ യേശു പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ എല്ലാവരെയും ഉദ്ദേശിച്ചല്ലേ കർത്താവ് പ്രാർത്ഥിച്ചത്? ഉദ്ദേശിച്ചല്ലേ? അത് മുൻകണ്ടല്ലേ അവൻ പ്രാർത്ഥിച്ചത്? കർത്താവേ, കഴിയുമെങ്കിൽ നീങ്ങിപ്പോട്ടെ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്ന പോലെ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. നമ്മളത് പറയുമോ? കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു വേദന തന്നാൽ, ഒരു ദുഃഖം തന്നാൽ, ഒരു പ്രയാസകരമായ സാഹചര്യത്തിൽ കൂടെ നമ്മെ നടത്തിയാൽ, കർത്താവേ അവിടെ നാം മഹത്വപ്പെട്ടേ എന്ന് നാം പറയുമോ? അതൊന്നും വരികയില്ല. അതെല്ലാം ശാപമാണല്ലോ. ഇന്നത്തെ ഉപദേശക്കാർക്ക് അതെല്ലാം ശാപമാണല്ലോ. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും സന്തോഷപൂർണമായ അനുഭവം ഏതെന്ന് ചോദിച്ചാൽ, ഞാൻ പറയാം, ഇസ്രായേൽ മക്കൾക്ക് ദൈവം ചെയ്ത പോലെ തൻ്റെ ജനത്തെ മരുഭൂമിയിൽ നടത്തിയവന് അവൻ്റെ എന്നേക്കുമുള്ളതെന്ന് സങ്കല്പത്തിലുണ്ട്. മരുഭൂമിയിൽ നടത്തിയ എന്താ കാരണം എന്നറിയാം? അവിടെ വിതയും കൊയ്ത്തും ഒന്നുമില്ല, വേണ്ടതൊന്നും അവിടെ ഇല്ല. പക്ഷേ മരുഭൂമിയിൽ സഞ്ചരിച്ച കാലമാണ്, ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, എൻ്റെ ഭാഷയിൽ ഇസ്രായേലിൻ്റെ സുവർണകാലം. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്തെല്ലാം അവർ മേഘത്തിന് കീഴിലും അഗ്നിസ്തംഭത്തിന് കീഴിലുമായിരുന്നു. ദൈവമാരും നടത്തി. അവരനുസരണക്കേട് ഉണ്ടായിരുന്നിട്ട് പോലും കർത്താവിൻ്റെ സാന്നിധ്യം ഒരു ദിവസം പോലും മേഘസ്തംഭം ദൈവം വിഡ്രോ ചെയ്തില്ല, അഗ്നിസ്തംഭവും മാറ്റിയില്ല. മാത്രമല്ല, പിറുപിറുത്ത സമയത്തൊന്നും കർത്താവ് അവർക്ക് മന്ന കൊടുത്തു. അവർക്ക് വേണ്ട ഭക്ഷണം, നല്ല ഭക്ഷണം ദൈവം അവർക്ക് കൊടുത്തു. അതിൽ അതൃപ്തി പറഞ്ഞപ്പോൾ അതിന് കൂട്ടാനും കൊടുത്തു. നല്ല കാടുകളുടെ ഇറച്ചി കൊടുത്തു. മേത്തരമായതെല്ലാം ദൈവം അവർക്ക് കൊടുത്തു. മാത്രമല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യവും എന്തിനു പറയുന്നു? എല്ലാ ദൈവീയ കരുതൽ, ദൈവ സാന്നിധ്യം,
ശ്രേഷ്ഠമായ പരിപാലനം, സ്വർഗീയമായ തലം. അതുമാത്രമല്ല, ആ കാലത്തൊന്നും അവരുടെ കാലിലെ ചെരുപ്പം തേഞ്ഞില്ല, അവരുടെ ഉടുപ്പ് പഴകിയതുമില്ലെന്ന് മോശ പിൽക്കാലത്ത് പറയുന്നു. 40 വർഷമൊക്കെ പഴകാതിരുന്ന വേഷവും തേയാതിരുന്ന ചെരുപ്പും ഒക്കെ ഉണ്ടെങ്കിൽ എന്തായിരുന്നു? വിദേശ നിർമ്മിതമായ ചില ബ്രാൻഡ് ഷർട്ടുകൾ ഞാനിപ്പോൾ കുറേ കാലമായിട്ട് അത് ഉപയോഗിക്കുന്നത്. പലവന് വരുമ്പോഴോ എനിക്ക് കൊണ്ടുതരും. പഴയത് എൻ്റെ കയ്യിൽ പോയ സമയത്തുള്ളത് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു. ഞാൻ പലരോടും പറയും, 20 വർഷം 15 വർഷം 20 വർഷം പ്രായമായ ഷർട്ട് ഇപ്പോഴും നഷ്ടപ്പെടാതെ, പുതുമ നഷ്ടപ്പെടാതെ എൻ്റെ കയ്യിലുണ്ടെന്ന് അത് ഞാൻ ധരിക്കുന്നുണ്ട്. അപ്പോൾ അതിശയമാണ് എനിക്ക്. അതുപോലെ അങ്ങനെയാണെങ്കിൽ 40 കൊല്ലം ആ മരുഭൂമിയിൽ നടന്ന കാലത്ത് ഒന്നും അവരുടെ ഷർട്ട് അപ്പോൾ ഷർട്ടിന് അല്ലെങ്കിൽ അവരുടെ ഉടുപ്പിന് അവർ കാശ് മുടക്കേണ്ടി വന്നില്ല, ചെരുപ്പിന് കാശ് മുടക്കേണ്ടി വന്നില്ല. ദൈവം അവരെ ഭദ്രമായി സൂക്ഷിച്ചു. ചുരുക്കം പറഞ്ഞാൽ അവർ അതിനുശേഷം കനാൻ ദേശത്തെത്തിയപ്പോൾ ദേശത്തിലെ ഫലങ്ങൾ അനുഭവിച്ചു എങ്കിലും ഈ മരുഭൂമിയിലെ പോലെ ദൈവികമായ നടത്തിപ്പ് അവർക്കുണ്ടായില്ല. ഞാൻ പലപ്പോഴും പറയും, ഈ ഒരു ദൈവാസൻ അടിക്കടി പറയുമ്പോൾ ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടതാണ്, അദ്ദേഹം പലപ്പോൾ പ്രസംഗിച്ച് കേട്ടതാണ്. 1 മാസം അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരാതിരുന്നാൽ ദൈവത്തോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, കർത്താവേ എന്നെ മറന്നോ? ഇന്നത്തെ ഉപദേശം നേരെ വിരുദ്ധമാണ്. 1 മാസം ഒരു ബുദ്ധിമുട്ടും വരാതെ എല്ലാം ഭംഗിയായി പോയാൽ ചോദിക്കുന്നതാ, എന്നെ മറന്നോ? ഇന്ന് പലരും ധരിക്കുന്നത് എന്താ, എല്ലാം സമൃദ്ധിയായി തരുന്നോ അധികം ഓർക്കുന്നതെന്നാ. തെറ്റിപ്പോയി. അത് വേറൊരുത്തം തരുന്നതാ. ദൈവസ്ഥാനത്തിൻ്റെ കീഴിൽ കർത്താവിനെ മഹത്വപ്പെടുത്തി. മാത്രമല്ല, ഈ സൗരഭ്യാസനായ യാഗമായി അർപ്പിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ നടപ്പീന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞ വേറൊരു കാര്യം കൂടെ. 1-ാം വാക്യം, പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. എല്ലാ അർത്ഥത്തിലും കർത്താവിനെ അനുകരിക്കുന്ന, കർത്താവിന് ഇഷ്ടം ചെയ്യുന്ന, കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന, കർത്താവിനെ ഉയർത്തുന്ന, ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നമ്മിൽ ഉണ്ടാകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എഫേസ്യർ 3-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 19 വരെ ഉള്ള വാക്യങ്ങൾ ആ സഭയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. 16 തുടങ്ങി 19 വരുമ്പോൾ അപ്പോസ്തലൻ പറയുന്നത്, ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. 4-ാം അധ്യായത്തിൽ, എഫേസ്യർ 4-ാം അധ്യായത്തിൽ അതിൻ്റെ 15-ാം വാക്യത്തിൽ, ക്രിസ്തു എന്ന തലയോളം സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണം. ദൈവേഷ്ടം ഇതാണ് പ്രിയമുള്ളത്. നമ്മുടെ പ്രാകൃത സ്വഭാവവും മാറാത്ത ജഡത്തിൻ്റെ ഇഷ്ടങ്ങളും തന്നിഷ്ടവും വഴക്കും ബഹളവും ശണ്ടയും കേസും കൂട്ടവും. കൊരിന്ത്യലേഖനത്തിൽ അപ്പോസ്തലൻ അവരെ ശാസിച്ചു, നിങ്ങൾ തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. ഇന്നോ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവർക്ക് വ്യവഹാരമില്ല. അവരെ വ്യവഹാരം നടത്തുന്ന കർത്താവാണ്. ചുരുക്കി പറഞ്ഞാൽ, പുസ്തകത്തിൽ എന്തെഴുതിയിരിക്കുന്നോ അതിന് തികച്ച മാന്യമായി വീണത്ത് കിടന്നുരുണ്ട് എന്തോ പ്രാകൃതരെ പോലെ യഥാർത്ഥമായതൊന്നും അനുഭവിക്കാൻ കഴിയാതെ ജീവിതം വളരെ അനിഷ്ടതരമായി പോകുന്ന അവസ്ഥ ദൈവത്തിൻ്റെ മധ്യേ ഉണ്ട്. എന്നാൽ വേദപുസ്തകം നമ്മോട് പറയുന്നു, അവനെ അനുകരിപ്പിൻ, അവൻ്റെ സ്നേഹത്തിൽ നടപ്പിൻ. മാത്രമല്ല, താഴോട്ട് ചില കാര്യങ്ങൾ എല്ലാം ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. താഴോട്ട് ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറയുക പോലും വരുത്. കർത്താവിന് വേണ്ടി ജീവിക്കുന്നവൻ്റെ ലക്ഷണമാണ്. തനിക്ക് വേണ്ടി ജീവിക്കുന്നതിനാൽ ദുർനടപ്പും, മറ്റൊരു വീഡിയോയിൽ ഞാനിത് പറഞ്ഞതാണ്, അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകുന്നില്ല. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ കേട്ടുകഴി പോലും ഉണ്ടായിരുന്നു. ഇന്നത് ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയില്ലേ?
അപ്പോൾ റോമാലേഖനത്തിൽ പറയുന്ന പോലെ ആ മാർക്ക് വേണ്ടി ജീവിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നെങ്കിൽ സൗരഭ്യവാസനയായ യാഗമായി, അവൻ്റെ ഇഷ്ടമായി, ശരീരാത്മദേഹികൾ സമ്പൂർണ്ണമായി അവൻ്റെ യാഗപീഠത്തിന്മേൽ വെച്ച് അവന് വിധേയപ്പെട്ട് അവൻ്റെ മഹത്വമായി നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവ് മഹത്വപ്പെടുന്നുള്ള ആഗ്രഹത്തോടെ ഞാനൊരു സ്തോത്രം പറഞ്ഞാൽ, ഞാനൊരു പാട്ട് പാടിയാൽ, ഞാൻ അല്പം വചനം ശുശ്രൂഷിച്ചാൽ, ഞാൻ പ്രാർത്ഥിച്ചാൽ, ഞാനൊരു വഴിക്ക് പോയാൽ, ഞാനൊരു കാര്യത്തിൽ ഇടപെട്ടാൽ എൻ്റെ കർത്താവ് മഹത്വപ്പെടണം, അതല്ലാതെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന ചിന്ത നമുക്കുണ്ടോ? അതോ എൻ്റെ സ്വയം വെളിപ്പെടണം, ഞാൻ ആരാണെന്ന് അറിയണം എന്ന ഭാവമാണ്. അവൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചെന്നപോലെ ജീവിച്ചിരിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായി ജീവിക്കണം എന്ന് വചനത്തിൽ കാണുന്ന പോലെ നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു. അതോ നമ്മുടെ ആഗ്രഹപൂർത്തിക്ക്, നമ്മുടെ അഭീഷ്ടസിദ്ധിക്ക്, നമ്മുടെ ദുരാഗ്രഹങ്ങളെല്ലാം നടക്കാൻ വേണ്ടി ഈ ലോകത്തിൽ കുറച്ചു നാൾ ജീവിക്കുന്നു? തീർച്ചയായിട്ടും കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന് പോലെ ജീവിച്ചാൽ, എന്നെ ഓട്ടത്തിലെ അനുഭവം പറഞ്ഞ പോലെ കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, നിങ്ങളും പ്രായപ്പാൻ തക്കൊണ്ട് ഓടുവീന്ന്. കർത്താവിന് വേണ്ടി ജീവിക്കേണ്ട പോലെ നാം ജീവിച്ചാൽ നിത്യകാലം നമ്മെ മാനിച്ച് നമ്മെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഓർക്കുക. അപ്പോൾ അവന് വേണ്ടി നാം ജീവിച്ചാൽ, ഞാൻ വായിക്കുന്നതിൽ പാടില്ല എന്ന് പറയുന്നത് അങ്ങോട്ടും എഫേസ്യർ ലേഖനം 5-ാം അധ്യായത്തിൽ പാടില്ല എന്ന് പറയുന്ന ഒന്ന് ഇപ്പോൾ സമയമില്ല, ഞാൻ കിടക്കുന്നില്ല. വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. 9-ാം വാക്യം, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നോളൂ. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നു. എന്നിട്ട് പറഞ്ഞു 10-ാം വാക്യം, സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. അവിടെ ഒരു ഷേഡി ഏരിയയുമില്ല, ഓരോ മറിഞ്ഞിരിക്കുന്ന മേഖലയുമില്ല. സൽഗുണം മാത്രം, നീതി മാത്രം, സത്യമായത് മാത്രം. വെളിച്ചത്തിൽ ഉള്ളവരായി ഞാനും നിങ്ങളും നടന്നാൽ, മറ്റു വാക്കുകൾ പറഞ്ഞാൽ ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ, ജീവിച്ചിരിക്കുന്നവർ യേശു വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നീതിയോടെ സൽഗുണങ്ങളാൽ നിറഞ്ഞ് സത്യത്തിൽ നടന്ന്, യോഹന്നാൻ പറഞ്ഞല്ലോ, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്നറിയുന്ന പോലെ സന്തോഷം വേറെയില്ലെന്ന സത്യത്തിൽ നടന്ന നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തി അവൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ആയുസ് പാഴാക്കല്ലേ. ലോകത്തിൽ എന്തിനും വേണ്ടി ജീവിച്ച്, ഏതൊക്കെ മണ്ണിന് ചവറിന് വേണ്ടി ലോകത്തിൽ ജീവിച്ച് മണ്ണിന് വേണ്ടി ആയുസ് കളഞ്ഞ് തൃപ്തി വരുത്താത്തതിന് വേണ്ടി, അപ്പമല്ലാത്തതിന് വേണ്ടി ദൈവവും തൃപ്തി വരുത്താത്തതിന് വേണ്ടി പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിനെന്ന പുസ്തകത്തിൽ കാണുന്ന പോലെ അങ്ങനെ ചെലവിട്ട് വ്യർത്ഥമായി നാളുകൾ കഴിക്കരുതേ. കർത്താവിന് ജീവിക്കുന്നതിൽ കർത്താവിന് വേണ്ടി ഒരു ദിവസം ജീവിച്ചാലും, ഒരാഴ്ച മുഴുവൻ അല്ലെങ്കിൽ 10-100 വർഷം ജീവിച്ചാലും ഈ കർത്താവിനെ അറിഞ്ഞവർ കർത്താവിന് വേണ്ടി ജീവിക്കുക. സൽഗുണം നിറഞ്ഞവരായി, നീതി നിറഞ്ഞവരായി, സാക്ഷാൽ സത്യത്താൽ നിറഞ്ഞവരായി ജീവിതം മുന്നോട്ട് പോയാൽ നാം ധന്യരായി. അതുകൊണ്ട് നമ്മോട് തന്നെ നമുക്ക് ചോദിക്കാം, നമ്മോട് തന്നെ. പൗലോസ് പറഞ്ഞല്ലോ, ജഡത്തിൽ ജീവിക്കുന്നത് നിങ്ങൾ നിമിത്തം ആവശ്യമെന്ന് ഫിലിപ്പിയിലെ സഭയോട് പറഞ്ഞു. അവൻ പറഞ്ഞത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരുപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമല്ലോ. അപ്പോൾ വാസ്തവത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൽ കർത്താവിന് വേണ്ടി ജീവിച്ചാൽ അത്യുത്തമം ആരുടെയെങ്കിലും അവസാന സമയത്ത് പറഞ്ഞു കേൾക്കുകയല്ല, നിരന്തരം കർത്താവേ ആ പദവിക്കായി എന്നെ ഒരുക്കണമേ എന്ന പ്രാർത്ഥനയും മാത്രമല്ല, കർത്താവിൻ്റെ പ്രസാദമായ എന്താണെന്ന് നാൾക്കാൾ ആരാഞ്ഞ് സൽഗുണങ്ങളാൽ നിറഞ്ഞ്, മാത്രമല്ല നീതിമാന്മാരായ അനീതിയായുള്ള ഒന്നിനും കൂട്ടുനിൽക്കാതെ, അനീതിയുടെ വഴികൾ നടക്കാതെ സത്യത്തിൻ്റെ പാതയിൽ നടന്ന നീതിമാന്മാരായി ദൈവത്തിൻ്റെ വിശുദ്ധരായി. യോഹന്നാനെ കുറിച്ച് ഞാൻ അടിക്കടി പറയാറുണ്ടല്ലോ, യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനായിരുന്നു.
അതുകൊണ്ട് ഹെരോദാവ് അവനെ ഭയപ്പെട്ടു. ഇന്ന് ദൈവമക്കൾ എന്ന് പറയുന്നവരെ ലോകം പുച്ഛിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടെ എന്തുമാത്രം അപമാനങ്ങളാണ് വിശ്വാസികൾ എന്ന് പറയുന്നവർ നേരെ വരുന്നത്, പാസ്റ്റർമാർക്ക് നേരെ വരുന്നത്. എന്താ അവർ പറയുന്നതിന് മറുപടി പറയാൻ കഴിയാതെ വീണെടുത്ത് കിടന്ന് ഉള്ളുകല്ലേ നാം. എന്തുകൊണ്ട്? ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാത്തതുകൊണ്ട്. മറ്റു വാക്കിൽ പറഞ്ഞാൽ തനിക്ക് വേണ്ടി ജീവിക്കുന്നവരായതുകൊണ്ട്. അപ്പോൾ അവിടെ ചെല്ലുവാനിടയായാൽ നമ്മോട് എന്ത് ചോദിക്കും? നമ്മോട് ചോദിക്കാൻ ചോദ്യത്തിന് മറുപടി വരെ ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കും? നിനക്ക് ഞാൻ ഇത്ര നാൾ തന്നുണ്ട്, നീ ആർക്ക് വേണ്ടി ജീവിച്ചു? നീ എനിക്ക് വേണ്ടി ജീവിച്ചോ? എൻ്റെ സത്യത്താൽ നിറയപ്പെട്ടോ? എൻ്റെ സ്വഭാവം നിന്നിലുണ്ടോ? എൻ്റെ നാമം നിന്നിൽ കൂടെ മഹത്വപ്പെട്ടോ? കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. ഈ നാളുകളിൽ ഒന്ന് ചിന്തിക്കുക, ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കുന്നു? ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു? എൻ്റെ ഒരു ദിവസം എനിക്ക് തന്നാൽ ആ ദിവസം എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു? വ്യക്തമായ മറുപടി നാം അതിന് കണ്ടെത്തിയേ പറ്റുകയുള്ളൂ. ഇല്ല എങ്കിൽ നാളെ നാം കണക്ക് പറയേണ്ടി വരും. ആയുസ് വ്യർത്ഥമാക്കാനുള്ളതല്ല. പ്രാർത്ഥനയ്ക്കായി, ദൈവധ്യാനത്തിനായി, ദൈവസ്നേഹം വെളിപ്പെടുന്നതിനായി നമ്മെ ക്രിസ്തുവിൻ പാത്രങ്ങളാക്കി ദൈവം തീർത്തിരിക്കെ അത് ആ നിലയിൽ വെളിപ്പെടുവാൻ നമ്മത്തെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആയുസ് പാഴാക്കരുത്. ക്രിസ്തുവിനായി ഒന്നുകൂടെ ഞാൻ വായിച്ച റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഒന്നുകൂടെ വായിച്ചിട്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നമ്മളാരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നില്ല. ജീവിക്കുന്നു എങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. ധൈര്യമായി പറയാൻ കഴിയുമോ? യാത്ര ചെയ്യും ഞാൻ കൂശ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വെച്ച് എൻ്റെ പാടുകെട്ട് കാര്യമൊന്നുമില്ല. എല്ലാ AC റൂമിനകത്തിരുന്ന് എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് നാം അത് പാടി വ്യർത്ഥം. അതൊക്കെ വെറുതെയാണ്. ജീവിതത്തിലെ ഓരോ നാളും അവൻ കർത്താവിനായി ജീവിച്ച്, അവൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ്, അവൻ്റെ ഇഷ്ടമെന്തെന്ന് പരിശോധിച്ച്, അവന് സൗരഭ്യാസനായി യാഗമായി നമ്മെ തന്നെ അർപ്പിച്ച്, ആ വാസ്തവത്തിൽ അവൻ നമ്മിൽ മഹത്വപ്പെടുത്ത രീതിയിൽ സൽഗുണങ്ങൾ നിറഞ്ഞവരായി അവൻ്റെ നീതി വെളിപ്പെട്ട് അവൻ്റെ സത്യത്തിൽ നടന്ന് അവനോട് വെളിച്ചത്തിൻ്റെ ഫലമായുള്ള അവൻ്റെ ആത്മീയ നന്മകൾ അനുഭവിച്ച് അവനെ മഹത്വപ്പെടുത്തി നമുക്ക് ജീവിക്കാം. അതാണ് നമ്മളെക്കുറിച്ചുള്ള എങ്കിൽ നമ്മളിവിടുന്ന് പോകുമ്പോൾ സഫലം ഈ ജീവിതം എന്ന് പറയുവാൻ കഴിയും. വലിയവനായ ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗപിതാവേ, നല്ല സമയത്തായി ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. നാഥ, അവിടുത്തെ വചനം ചിന്തിപ്പാൻ ഞങ്ങൾക്ക് അവസരം തന്നല്ലോ. ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിലും ഞങ്ങൾ കർത്താവിനുള്ളവർ തന്നെയെന്ന് ധൈര്യമായി പറയുവാൻ തക്ക രീതിയിൽ നാഥ അങ്ങ് ഞങ്ങൾക്ക് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ കർത്താവെ ഞങ്ങളും സൗരഭ്യാസനായ യാഗമായി അങ്ങയ്ക്ക് അർപ്പിച്ച് അങ്ങയുടെ സ്നേഹത്തിൽ നടന്ന് അങ്ങയ്ക്ക് പ്രസാദമായി നിന്ന് പരിശോധിച്ച് യാതൊരു അശുദ്ധിയും ഞങ്ങളെ ഏശാതെ അതാ അങ്ങയുടെ സൽഗുണങ്ങളാൽ നിറഞ്ഞ് അങ്ങയുടെ നീതിമാന്മാരായി അങ്ങയുടെ സത്യത്തിൽ നടന്ന് അങ്ങയെ പ്രസാദിപ്പിച്ച് അങ്ങയ്ക്ക് മഹത്വമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. ലോകം വിശുദ്ധന്മാരെ കണ്ട് ഭയപ്പെടുന്ന രീതിയിൽ ഞങ്ങളുടെ മക്കളുടെ ജീവിതമാക്കണമേ. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവായ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.